ശ്രീ കെ ആന്റണി, താങ്കളോട് ഞാൻ ചോദിച്ചതുപോലെ തന്നെ ശ്രീ സുഭാഷ് ബാബു നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ അന്വേഷണത്തെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള ചില ഇടപെടലുകൾ ഈ പ്രതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ഒരു അന്വേഷണത്തെ വലിയ ഒരു വെല്ലുവിളിയായി പോലീസ് ഉദ്യോഗസ്ഥർക്ക് കാണേണ്ടി വരും അല്ലേ? അതുകൊണ്ട് തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഓരോ ഘട്ടങ്ങളും എത്രത്തോളം നിർണായകവുമാണ്. ഈ കേസിന്റെ അന്വേഷണത്തിൽ പോലീസിന് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു അന്വേഷണമാണ്. കാഴ്ചയിൽ അതിന്റെ പ്രാരംഭഘട്ടത്തിൽ അങ്ങനെ തന്നെയാണ് കാണുന്നത്. കാരണം നമ്മളിതിനെ മാനസിക രോഗം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് ഇത് കടന്നു പോകേണ്ട സമയമായിട്ടില്ല. കരുതിക്കൂട്ടി ചെയ്ത ഒരു കൊലപാതകം എന്നുള്ള രീതിയിൽ തന്നെയാണ് പോലീസ് ഇതിനെ അന്വേഷിക്കുന്നത്. അവിടെ നടന്നത് ഒരു ക്രൂരമായ ക്രൈമാണെന്നും അതുപോലെ തന്നെ അയാൾ ഒരു കുറ്റവാളിയാണെന്നും അയാൾ രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞാണ് വന്നിരിക്കുന്നത് എന്നുള്ള മുൻവിധിയോടുകൂടി തന്നെ പോലീസ് ഈ കേസിന്റെ അന്വേഷണത്തിലേക്ക് പോവുക. പിന്നീട് അന്വേഷണം അതിന്റെ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അയാൾ മാനസിക രോഗിയോ ഡ്രഗ് അഡിക്റ്റോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള എന്തെങ്കിലും ആണെന്നുള്ളത് കണ്ടുപിടുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുമുട്ടാം. പ്രാരംഭ ദിശയിൽ തന്നെ നമ്മൾ അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അന്വേഷണത്തെ അത് വഴിമുട്ടിക്കും. കാരണം ഇതിനകത്ത് തമ്മിൽ ബന്ധമില്ലാത്ത ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇപ്പൊ മുമ്പ് പറഞ്ഞതുപോലെ 13 വയസ്സുള്ള ഒരു ആൺകുട്ടി, 88 വയസ്സുള്ള ഒരു പ്രായമുള്ള വൃദ്ധ, അതുപോലെ തന്നെ താൻ സ്നേഹിക്കുന്ന പി ജി ക്ലാസ്സിന് പഠിക്കുന്ന ഒരു പെൺകുട്ടി, ഈ മൂന്ന് തമ്മിൽ എങ്ങനെ യോജിക്കുന്നു ഈ കൊലപാതകത്തിൽ? അതിനെ എങ്ങനെ ഒരുമിച്ച് കൂട്ടാൻ പറ്റും? മറ്റുള്ള ബന്ധു അതുപോലെ തന്നെ അയാളുടെ ബാപ്പയുടെ സഹോദരനാണ്, ജ്യേഷ്ഠ സഹോദരനൊക്കെ കുഴപ്പമില്ല നമുക്ക് പറയാം. പക്ഷെ അയാളുടെ ഭാര്യയും കൊന്നിരിക്കല്ലേ? അപ്പൊ നമ്മൾ ഇത് കണ്ടാൽ മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. കാരണം ഇത് പാരിസൈഡ് എന്ന് പറയും. കാരണം ബന്ധുക്കളെ കൊല്ലുക, അല്ലെ പാട്രിസൈഡ് എന്ന് പറയും. അങ്ങനെയാണ് അതിനെ അറിയപ്പെടുന്നത്. ഈ അടുത്ത ബന്ധുക്കളെ കൊല നടത്തുന്ന അതിന് പറയുന്ന ഒരു പേരാണ്. അപ്പൊ അതിന് സാധാരണഗതിയിൽ ഇപ്പൊ നമ്മൾ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് തന്നെയാണ് ഒന്നിൽ. അങ്ങനെയാണെങ്കിൽ ആന്റി സോഷ്യൽ ആണ് എങ്കിൽ അത് അയാൾ ഒരു ഒഫൻസാണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡ്രഗ്സ് കഴിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾക്ക് വേണ്ടി കഴിക്കുന്നതല്ല. അതിൽ ഡ്രഗ്സ് കഴിച്ചിട്ട് ഇവിടെ ഈ അയാളുടെ ബന്ധുക്കളെ മുഴുവനും അതുപോലെ തന്നെ അയാൾ വിചാരിക്കുന്ന ആളുകളെ മുഴുവനും കൊലപ്പെടുത്താമെന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും? നമ്മളിപ്പോ ഇതിനെ ഈ ഒരു കൊലപാതകത്തിന്റെ അന്വേഷണത്തിൽ എന്താ വരുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡ്രഗ്സിന്റെ അഡിക്ഷൻ, അല്ലെ, എത്ര വ്യാപകമായിട്ടുള്ളതാണ് ഇത് മയക്കുമരുന്ന് ഇതിൽ വന്നിരിക്കുന്നത്. ഇയാൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണ് എന്ന് പലരും പറയുന്നതായിട്ട് കേട്ടു. അപ്പൊ ആ ഒരു അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതായത് ചെയ്യുന്നത് എന്താണ് എന്നുള്ളതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ലായിരിക്കാം ഒരു പക്ഷെ അങ്ങനെ ഒന്നും നമ്മള് ഇതിനെ ലഘൂകരിച്ച് കാണാൻ ശ്രമിക്കരുത് ഈ കേസില്. കാരണം അത് നമ്മൾ ഇന്നോ നാളെയോ തീരുന്ന അന്വേഷണമല്ല ഇത്. അതിനെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളും ഇയാളുടെ മുന്നൊരുക്കങ്ങളെ സംബന്ധിച്ച് ഇതിൽ നമ്മൾ അന്വേഷിക്കണം. ഇയാൾ എന്തൊക്കെയാണ് എന്താണ് സെർച്ച് ചെയ്തിരിക്കുന്നതെന്ന് നോക്കണം. അതുപോലെ തന്നെ ഇയാളെ ഇതിനുവേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് കൃത്യമായിട്ട് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് വരെ ഈ നാട്ടിൽ ആരും ആ കൊലപാതകങ്ങളെ പറ്റി അറിഞ്ഞിട്ടില്ലല്ലോ. ഈ പറയുന്ന ആളുകളെല്ലാം താമസിക്കുന്നതിന് ചുറ്റുപാട് വീടുകളുണ്ട്. അതുപോലെ തന്നെ അയാളുടെ മരിച്ച ആളുകൾക്കൊക്കെ അടുത്ത ബന്ധുക്കളുണ്ട്. അവരാരും തന്നെ അറിഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് പോലീസ് അറിയുന്നത് ഈ പ്രതിയിൽ നിന്നാണ്. അപ്പൊ അതിലൊക്കെ ഒരുപാട് ദുരൂഹതകളുണ്ട്. ഇതെന്താണെന്നുള്ളത് ഇതിന്റെ തെളിവിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ അത് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് കേരളത്തിലെ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഇതിപ്പോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇതിപ്പോ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ്. അത് ഇത്രയും ബന്ധുക്കളെ ഒരുമിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവം ആദ്യമായിട്ടാണ്. അപ്പൊ അത് നമുക്ക് പുതുമയുള്ളതാണ്. അതിന് കൃത്യമായിട്ട് അന്വേഷിക്കാൻ പ്രാപ്തരായിട്ടുള്ളതാണ്. അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അതുപോലെ തന്നെ അവിടുത്തെ SP ശ്രീ സുദർശന്റെ വാക്കുകൾ കേട്ടു. ഇരുത്തം എന്ന വാക്കുകളാണ്, കൃത്യമായ മറുപടികളാണ് പറയുന്നത്. അപ്പൊ കൃത്യമായ അന്വേഷണം ഇതിനകത്ത് നടക്കും. ഇതിനകത്ത് എന്താണോ നടക്കാൻ പോകുന്നത്, ഒരാഴ്ചക്കുള്ളിൽ ഇത് എന്താണ് സംഭവം എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ വരും.